വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ചരമോപചാരം അർപ്പിച്ച നിയമസഭ. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റക്കെട്ടായി നടന്ന ദുരിതാശ്വാസ പ്രവർത്തനത്തെ നിയമസഭ പ്രശംസിച്ചു. അതേസമയം പ്രധാനമന്ത്രി നേരിട്ടെത്തിയിട്ടും ഇതുവരെ സഹായം ലഭിക്കാത്തതിലുള്ള ആശങ്കയും സഭയിൽ രേഖപ്പെടുത്തി. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് സ്പീക്കർ തുടക്കം കുറിച്ചത് വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ചരമോപചാരം അർപ്പിച്ചാണ്. ഇത്രയും മനുഷ്യജീവനുകൾ കവർന്ന മറ്റൊരു ദുരന്തം കേരളം നേരിട്ടിട്ടില്ലെന്ന് പറഞ്ഞ സ്പീക്കർ പരിപൂർണമായും തുടച്ചു നീക്കപ്പെട്ട വയനാട് പകച്ചു നിൽക്കാതെ ഒറ്റക്കെട്ടായി നടന്ന ദുരിതാശ്വാസ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു. ദുരന്തത്തിൽ കേരളത്തോടൊപ്പം നിൽക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെ മലയാളികൾ നോക്കിക്കാണുന്നത്. അടിക്കടി ഉണ്ടാവുന്ന ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, നാഷണൽ സിസ്മിക് സെൻറ്റർ, ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്പെഷ്യൽ സെൻ്ററുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളുമുള്ള പ്രാദേശിക ഓഫീസുകളും സംസ്ഥാനത്ത് ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുന്നത് നന്നാവും. ദുരന്തത്തിൽ അടിയന്തര സഹായം സർക്കാർ ലഭ്യമാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തെ അതിജീവിച്ചവരുടെ പൂർണ്ണ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാലാവസ്ഥാ പ്രവചനം ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ റഡാറുകൾ ഉൾപ്പെടെ കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങൾ കേരളത്തിന് ലഭ്യമാക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ജീവിതം പുനഃസ്ഥാപിച്ചു നൽകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ദുരന്തത്തിൽ മാതൃകാപരമായ ദുരിതാശ്വാസ പ്രവർത്തനമാണ് നടന്നതെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇതുവരെയും കേന്ദ്ര സഹായം ലഭിക്കാത്തത് ദൗർഭാഗ്യകരമെന്നും വ്യക്തമാക്കി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതുവരെ ഒരു താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും, ഒരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. പ്രധാനമന്ത്രി നേരിട്ടെത്തിയിട്ടും ഇതുവരെയും കേന്ദ്ര സഹായം നൽകാത്തതിനെ വിവിധ കക്ഷി നേതാക്കൾ വിമർശിച്ചു. എന്നാൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിലെന്ന പോലെ പുനരധിവാസത്തിലും ഒറ്റക്കെട്ടായി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന പൊതുവികാരവും സഭയിൽ ഉയർന്നു. ചരമോപചാരം അർപ്പിച്ച് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.